ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കനും മയണൈസും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. 150 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി ഞാൻ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കുവാണ്. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും തക്കാളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഞാൻ 1/2 കപ്പ് വീതമാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടല്ലാതെ വഴറ്റി അടിക്കൊന്നും വേണ്ട. ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയിൽ ചെയ്യുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരിഞ്ഞു പോവാതെ നോക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫില്ലിംഗ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മയണൈസാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചില്ലി മയണൈസും 2 ടേബിൾ സ്പൂൺ സാദാ മയണൈസും. ഇപ്പോൾ ചില്ലി മയണൈസ് ഇല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ സാദാ മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതും ഇല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി മയണൈസ് ആഡ് ചെയ്യാം. മയണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടി
6 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ആഡ് ചെയ്യാം. ഫില്ലിംഗ് ഒരുപാട് വെച്ച് കൊടുക്കണ്ട, ഞാനിപ്പോൾ ഇത്രേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മറ്റേ ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ബ്രെഡും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ചീസിൻ്റെ സ്ലൈസ് 2 എണ്ണത്തിലേക്ക് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാനാണ് എടുത്തേക്കുന്നത്. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ആദ്യം ബ്രെഡ് സെപ്പറേറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കൂടി കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. മറ്റേ സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി വീണ്ടും ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പുറത്തേക്ക് കൂടി സ്പ്രെഡ് ചെയ്യാം. ഇത് നമ്മൾ തിരിച്ചു മറിച്ച് വിടുമ്പം ആ ഫില്ലിങ് പുറത്തേക്ക് പോവാതെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഇനി നമുക്കിത് തിരിച്ചിടാം. ഞാനൊരു സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പം അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ബ്രെഡ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബ്രെഡ് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.